എല്ലാവർക്കും ശ്രീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട കേക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ വെട്ട് കേക്ക്. അപ്പോൾ ഈ കേക്കിന് വേണ്ടി ഇവിടെ ഞാൻ ഒരു 2 കപ്പ് മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. മധുരം കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അതിനകത്തോട്ട് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ കേക്കിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മളിത് നാച്ചുറൽ ഫ്ലേവർ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ്, ഇവിടെ ഞാൻ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ ചായക്കടയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന കേക്കിൽ നിന്ന് വാനില എസൻസ് ചേർക്കാറില്ല. ഇതിന് വേണ്ടി ഒരു 2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ കൂടുതൽ ചേർക്കുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഒരു 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നിങ്ങൾ ചേർത്താൽ മതിയാവും. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അല്ലെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി. ഇത് നന്നായിട്ട് ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നാലേ ഇതിൻ്റെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതും മൈദയും എല്ലാം കൂടെ എല്ലായിടത്തും മിക്സ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ടേക്ക് അടുത്ത മിക്സ്ചർ ഉണ്ടാക്കി അത് ഒഴിക്കുമ്പം എല്ലായിടത്തും മാവ് ഉരുട്ടി വരുന്ന പരുവത്തിന് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ കൈ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലെൻഡർ കൊണ്ടോ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് പരുവം എന്ന് പറഞ്ഞാൽ ഈ പൊടി. ഇപ്പം നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഒഴിക്കാനുള്ള ആ ഒരു മിക്സർ ഉണ്ടാക്കണം. അതിന് വേണ്ടി 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ കേക്കിന് നല്ല മയം ഉണ്ടാകാനാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ നെയ്യും മുട്ടയും പിന്നെ അതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മണം അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ടങ്ങ് ഇതിനകത്തോട്ട് കൂടി നിൽക്കത്തില്ല. 1 ടീസ്പൂൺ വാനില എസൻസ്, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വാനില എസൻസ് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്തോണ്ടാൽ മതി വാനില എസൻസ്. ഇവിടെ ആ ഒരു കേക്ക് ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യമല്ല. നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെട്ടിയേക്കിനകത്തൊന്നും വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇത് നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് മുട്ടയെല്ലാം കൂടെ പതഞ്ഞങ്ങ് പൊന്തി വരും. ആ ഒരു പരുവമാകുമ്പോൾ അത് നിർത്തിയിട്ട് വേണം ഇതിനകത്തോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലെൻഡർ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതാണൊക്കെ തന്നെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട്. ഇതുകൊണ്ടാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടാൽ മതി. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ അവിടെ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ആ ഒരു പൊടി, അതിൻ്റെ എന്തോരമാണോ ആ അളവിന് കണക്കാക്കിയാണ് പാലെടുത്തിരിക്കുന്നത്. ഒത്തിരി നമുക്ക് പാലിൻ്റെ ആവശ്യമില്ല. പാലും മുട്ടയും ഈ പറഞ്ഞ പോലെ തന്നെ വാനില എസൻസും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കേക്കിന് മുട്ട ചേർത്തുണ്ടാക്കിയെന്ന ആ ഒരു മണം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നല്ല സ്മൂത്ത് ആകും. ഇപ്പോഴും നമ്മൾ മറ്റുള്ള കേക്ക് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കേക്കിനകത്തെപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ പാലിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇതിനകത്തോട്ടേക്ക് കുറേശ്ശെയായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തമായിട്ട് കാരണവശാലും ഒഴിക്കരുത്. മാവ് നമുക്ക് ചപ്പാത്തിയൊക്കെ നമ്മൾ മാവ് നന്നായിട്ട് എടുക്കുമല്ലോ, നന്നായിട്ട് കുഴച്ച് ആ ഒരു പരുവത്തിന് വേണം മാവ് എടുക്കാൻ വേണ്ടി. അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ കുറേശ്ശെ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ആയതിനു ശേഷം ബാക്കിയും കൂടെ നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നവർ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് ഈ മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഈ പരുവത്തിനകത്ത് വേണം മാവ് ഇടയ്ക്ക്. ഇത് കറക്റ്റ് 2 മണിക്കൂർ വെക്കണം ഇത് പുളിച്ചു പൊന്താനായിട്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് നോക്കി കാണാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കൈയൊക്കെ താഴോട്ട് കുഴിഞ്ഞു വരും. ഈ പരുവത്തിലാണ് നമ്മൾ കേക്കിനായിട്ട് മാവ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഞാനിപ്പോൾ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുവാണ്. നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് ഈ മാവ് ഇപ്പം നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ വലിയ ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ താഴത്തെ ഇപ്പോൾ നിങ്ങളുടെ സർഫസ് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലോട്ട് വെച്ചിട്ട് ഇത് വലിയ പീസായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തോണ്ടാൽ മതി. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെറിയൊരു ചോപ്പിംഗ് ബോർഡ് യൂസ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 പീസായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നിന്നൊരു പീസായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ മാവ് മാറ്റണം ആദ്യം. എത്രമാത്രം നമ്മളിങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നു അത്രമാത്രം സോഫ്റ്റ് ആകും. കാരണം ഇത് മൈദയല്ലേ. അപ്പോൾ മൈദയ്ക്ക് ആ ഒരു ഗുണമുണ്ടല്ലോ, നമുക്ക് മാക്സിമം നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും മൈദ. ഏകദേശം ഈ ഒരു പരുവത്തിൽ സ്ക്വയർ ഷേപ്പിൽ മാവ് ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ 2 എഡ്ജും കട്ട് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ കട്ട് ചെയ്യണമെന്നില്ല, ഞാനിപ്പോൾ ഇതിന് കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യുന്നേ ഉള്ളൂ.
അതിപ്പോൾ എന്നിട്ടാണെന്നുണ്ടോ ഒന്നില്ലെന്നുണ്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മാവ് നമ്മൾ സ്ക്വയർ ഷേപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിലോ നിങ്ങൾക്ക് മാവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ പീസായിട്ട് മാക്സിമം നിങ്ങൾ കട്ട് ചെയ്യാൻ നോക്കുക. ഈ മാവിൻ്റെ കട്ട് ചെയ്യണം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും വലിയ മാവ് എണ്ണയിലൊക്കെ എപ്പോഴാണ് മൂത്ത് വരുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്കൊരു 3 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് 2 മണിക്കൂർ വെച്ച് മാവ് പുളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും ഞാൻ ഇതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പിൽ. ഇനി ഇപ്പോൾ നമുക്ക് വെട്ടിയേക്ക് എന്നുള്ള പേര് വരുന്ന രീതിയിൽ ഇത് ഈ കേക്ക് നമുക്ക് ഇതിൻ്റെ മാവ് ഇപ്പോൾ വെട്ടി കൊടുക്കണം. ഒരു കത്തി എടുത്തിട്ട് അതിന് 2 സൈഡ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വെട്ടി വിടുക. അപ്പോൾ നമ്മുടെ കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഈ 2 സൈഡ് ഒന്ന് വെട്ടി വിടുക. ആ പ്ലസ് ഷേപ്പിൽ ഒന്ന് നിങ്ങളൊന്ന് വെട്ടി വിട്ടാൽ മതി. ഇതുപോലെ വെട്ടി വിട്ടാൽ മതി. ഈ പാൻ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചായിരുന്നു. പിന്നെ അതിനകത്തോട്ടേക്ക് നമ്മുടെ മാവ് ഓരോരോ കഷ്ണമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അറ്റ് എ ടൈം നമുക്കിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇപ്പോൾ എണ്ണ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ എണ്ണയുണ്ട്. ഈ 1/2 കിലോ എണ്ണയ്ക്കകത്ത് നമുക്ക് ഇതിപ്പോൾ ഒരു ടൈമിനൊരു 4 പീസൊക്കെ ഇടാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിച്ചത് നന്നായിട്ട് വീർത്ത് വരും. മാത്രമല്ല ഇപ്പം ഞാൻ ഇട്ട കഷ്ണം ഞാൻ ആദ്യം കട്ട് ചെയ്ത വലിയ പീസാണ് നിങ്ങൾ കണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിപ്പോഴത്തേക്ക് ഇത് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ വെക്കുന്നതിൻ്റെ ഡബിളായിട്ട് സൈസ് ഉണ്ടാകും ബൾജായി വരുമ്പോൾ. ഇപ്പോൾ ഈ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ അപ്പുറ സൈഡ് മാറ്റിയിട്ട് കൊടുക്കാം. ഈ കാണുന്നതാണ് കേക്കിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ചേർത്തിരിക്കുന്ന സോഡാപ്പൊടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ വറുത്ത് വരുന്ന ഈ ടൈമിൽ സോഡാപ്പൊടിയുടെ മണം നന്നായിട്ട് വരും. അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കഴിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ വയറ് കമ്പിക്കും. അപ്പോൾ ഒരു കാരണവശാലും സോഡാപ്പൊടി ആരും കേക്കിനകത്തോട്ട് ഒത്തിരി ചേർക്കരുത്. കറക്റ്റ് 1/2 ടീസ്പൂണും ചേർക്കാവൂ. പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ കളറാണ് ബ്രൗൺ കളർ. ഒരു കറക്റ്റ് കേക്ക് ഇട്ട് നമ്മൾ പീസ് ഇട്ട് മാവിട്ട് കറക്റ്റ് 1 മിനിറ്റ് കൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പുറം ഇപ്പുറം 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ കേക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തോണം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് മാറ്റുവാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇടുന്ന ചെറിയ പീസുകളാണ്. ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരേ ടൈമിന് കൂടുതൽ ഇടുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ കേക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. വളരെ കുറച്ച് സമയം മതി. പണ്ടൊക്കെ നമ്മളേക്ക് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇപ്പോൾ ഹോട്ടലിന് പോയി ചായക്കടയിലൊക്കെ പോകുമ്പോൾ ഈ ചായക്കട പണ്ട് ഒരു കണ്ണാടി ഗ്ലാസ് ഉണ്ടാവില്ല. അതിനകത്ത് കേക്ക്, മടക്ക് ബോളിയെ, അതുപോലെ തന്നെ ഉഴുന്നുവട, പരിപ്പ് വട ഇതൊക്കെ കാണുമ്പോൾ ഈ കേക്ക് എത്തുമ്പോൾ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇത് ബേക്ക് ചെയ്ത് വരുന്നതെന്നാണുള്ള ചിന്താതിരുന്നതെന്ന്. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ റെസിപ്പി കുറേ തപ്പി. പക്ഷെ കിട്ടാൻ പാടായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ചെയ്ത് കാണിക്കാമെന്ന് ഓർത്തെല്ലാവരും. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഈ സൈഡിലൂടെ ജസ്റ്റ് ഇത് ഫ്രൈ ആകാൻ വേണ്ടി കറക്റ്റ് ഇതിന് 1 മിനിറ്റ് തന്നെ ധാരാളമാണ്. ബാക്കിയുള്ള പീസുകളും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കേക്കെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. എല്ലാവരും ഇത് വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരേ സമയം നമ്മൾ വൈകുന്നേരങ്ങളിലെ ചായ പലഹാരമായിട്ടും വീട്ടിലെ ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാവർക്കും ഒരെണ്ണക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരെണ്ണക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇപ്പോൾ കറക്റ്റ് ഒരാഴ്ച വരെ ഇത് ഇങ്ങനെ ഇടുന്നുള്ളൂ. യാതൊരു പെട്ടെന്ന് അങ്ങനെ ചീത്തയാകത്തൊന്നുമില്ല. പിന്നെ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ തുറന്ന് അങ്ങനെ അധികം വെക്കണ്ട.
എന്തെങ്കിലും കുറച്ച് കണ്ടെയ്നർ അടച്ചു വെക്കുക. അപ്പോൾ ഈ ചാനലിലത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും എൻകറേജ്മെൻറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് നല്ലൊരു വിഭവമായിട്ട് വീണ്ടും വരും. വീണ്ടും തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും നന്ദി.